ഇപ്പൊ പാൻ ഇന്ത്യ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആക്ടറാണ് ഫഹദ്. ഇപ്പൊ റിയലിസ്റ്റിക് സിനിമകൾ യഥാർത്ഥത്തിൽ ഇപ്പൊ ദിലീപ് ചേട്ടൻ അടക്കമുള്ള ഇവിടുത്തെ ഫിലിം മേക്കേഴ്സ് കൊണ്ടുവന്ന് അത് ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരികയും പണ്ട് ആർട്ട് ഫിലിം പിന്നീട് കൊമേഴ്ഷ്യൽ ഫിലിം എന്നൊക്കെ രണ്ട് തട്ടിലായിട്ട് ഇരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് വന്ന് ഇത് രണ്ടും സിനിമ എന്നൊരു ലേബലിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ചെയ്തിലേക്കായി. അതിലൊക്കെ നിങ്ങളടക്കമുള്ള മേക്കേഴ്സും ആക്ടേഴ്സ് ഒക്കെ ഇതിനകത്ത് ഭാഗമാണ്. ഇപ്പോഴും അതിന്റെ സിനിമകളിൽ ഇനി എന്നാണ് ഒരു തട്ടുപൊളിപ്പൻ ചിത്രം വരിക? എന്റെ എല്ലാ സിനിമയും തട്ടുപൊളിപ്പ് മീൻസ് ഞാൻ ഒരു മാസ് മസാല തട്ടുപൊളിപ്പ് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം. ഈ വർഷം കമ്പനി തന്നെ നിർമ്മിക്കുന്നു അല്ലേ? പുറത്തു കൊടുക്കുന്നില്ല. അപ്പൊ ദിലീഷേട്ടൻ തന്നെ ആയിരിക്കും ഉണ്ടാകും. എല്ലാം കൂടെ വെച്ചു കൊടുക്കും. ഇംഗ്ലീഷ് ക്ലാസ്സിൽ മലയാളം പറഞ്ഞ് ഫൈൻ അടച്ചുകൊണ്ടിരുന്ന കേശു ആ കാശ് സേവ് ചെയ്തു തുടങ്ങി. കേശുവിന്റെ കാശ് കൊടുക്കുകയുടെ കാരണം ഞങ്ങളാണ് ഇംഗ്ലീഷ് കഫേ ജൂനിയേഴ്സ്. വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഉണ്ടാവും. വലിയ താമസമില്ല, അത് നടക്കും. അത് തീരുമാനമായിട്ടില്ല, പക്ഷെ പണി നടക്കും. SRK കാണാൻ പോയിരുന്നല്ലോ ശ്യാമേട്ടനെ ആശിച്ചു പോയിട്ട്. അപ്പോഴേക്കും ആ ചിത്രം എവിടെ വരും? അതിന്റെയൊക്കെ എഴുത്ത് ഇത് ഒരുപാട് സമയം എടുക്കുന്ന പരിപാടി, ഹിന്ദി പരിപാടിയൊക്കെ. അപ്പൊ അതിന്റെയൊക്കെ എഴുത്ത് നടക്കുകയാണ്. പുള്ളിക്ക് ഇഷ്ടപ്പെട്ട അപ്പം നമ്മൾ പോപ്പിക്ക് പോകും. പുഷ്പ എപ്പോഴുണ്ടാവും? പുഷ്പ 2 ഈ വർഷം. അപ്പം ആദ്യ ചിത്രത്തിൽ കണ്ടതിനെക്കാട്ടിയും ഒരു വമ്പൻ ക്യാരക്ടർ ആയിരിക്കും പുഷ്പ 2-ല്. അപ്പൊ അത് ബേസിലില്ല. വിനീതേട്ടൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അഭിനയത്തിലേക്ക് വരുന്നതിന് കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒരു തിരക്കഥ ആ മേഖലയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ധ്യാൻചേട്ടൻ്റെ തിരക്കഥയിൽ വിനീതേട്ടൻ ഡയറക്ട് ചെയ്തിട്ട് ശ്രീനിവാസൻ സാർ അഭിനയിക്കുന്ന ഒരു സിനിമ വരാൻ സാധ്യതയുണ്ടോ? അതല്ലെങ്കിൽ ശ്രീനിവാസൻ സാറിന്റെ തിരക്കഥയിൽ നിങ്ങൾ മക്കൾ രണ്ടാളും അഭിനയിക്കുന്ന ഒരു സിനിമ വരാൻ സാധ്യതയുണ്ടോ? അച്ഛൻ്റെ തിരക്കഥയിൽ അങ്ങനെ ഒരു സിനിമ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ശ്രീനാഥൻ ഒരിക്കലും ചെയ്യില്ല. സ്ക്രിപ്റ്റ് എഴുതി 2 മക്കൾക്കും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നടക്കട്ടെ. മൊത്തം റീജിയണൽ ആയിട്ടുള്ള ഫിലിംസ് ആയിരുന്നല്ലോ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പാൻ ഇന്ത്യ തന്നെ പല മേഖലയിലുള്ള ചിത്രങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഹോംബാലയായിട്ട് തിരിച്ചു വരുന്നു, അങ്ങനെ ഓരോന്ന് കരിയറിന് തന്നെ ഒരു മറ്റൊരു സ്റ്റെപ്പായിട്ട് ഇതിനെ കാണുന്നു. ഞാൻ ഹോംബാലയായിട്ട് ചെയ്യുന്നത് മലയാള സിനിമയാണ്. എനിക്ക് ഇപ്പോഴും സിനിമകൾ കുറെ കൂടെ റൂട്ടഡ് ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറയുമ്പോൾ എത്രയും നമുക്ക് നമ്മുടെ കഥ എത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നു അത്രയും സിനിമ പുറത്ത് ചർച്ച ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മാറ്റങ്ങൾ വളരെ നല്ലതാണ്. എനിക്ക് ഈ മാറ്റങ്ങളിലും നല്ല മലയാള സിനിമ തന്നെ ചെയ്യണമെന്ന്. അല്ല, ഒരിക്കൽ മണിരത്നത്തോടും വന്ന് മലയാളത്തിൽ പടം ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അപ്പുറമുണ്ടല്ലോ. അല്ല, ഇപ്പൊ ചെയ്യുന്നത് ഈ പുഷ്പയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമ്മുടെ ഒരു ഇൻഡസ്ട്രിയെ തന്നെ പാൻ ഇന്ത്യയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അത് പോസിറ്റീവായിട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അല്ല, ഞാൻ പറഞ്ഞില്ല അങ്ങനെ സംഭവിക്കുകയാണെന്ന് നടക്കട്ടെ. പക്ഷെ എൻ്റെ അറ്റംപ്റ്റ് എപ്പോഴും ഇവിടെ ഒരു സിനിമ നിർത്താൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടുത്തി നോട്ടീസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നിങ്ങളെ 3 പേരോടാണോ? തിരിച്ചറിഞ്ഞു ചോദിച്ചാൽ ദിലീപ് പെട്ടെന്ന് ഒഴിഞ്ഞു മാറും, ബാക്കിയുള്ളവർ പറയും. ഈ നിങ്ങളുടെ ഈ ഗ്യാങ്ങിലേക്ക് കയറാൻ എന്തെങ്കിലും ഇപ്പം പുതിയതായിട്ട് 2 പേര് കയറുന്നെങ്കിൽ മറ്റുള്ളവർക്ക് കയറാൻ വേണ്ടി എന്തെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അല്ല, ഞാൻ പല ആൾക്കാരും പല രീതിക്കും നിങ്ങളുടെ ഒരു ഗ്യാങ് ആ ഗ്യാങ്ങിൽ കയറി പറ്റാൻ വേണ്ടി ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഗ്യാങ്ങിന്റെ കൂടെ സിനിമ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഗ്യാങ് ഒന്നുമില്ല. ഓരോ സിനിമ ഉണ്ടാകുമ്പോഴും അതിലെ ആ സിനിമയ്ക്ക് ഏറ്റവും ചേരുന്ന കഥാപാത്രങ്ങളെയും ടെക്നീഷ്യൻസിനെയാണ് നമ്മളെപ്പോഴും തപ്പല്. ഇപ്പം നമ്മൾ ചിലപ്പം വർക്ക് ചെയ്യുന്നതിൻ്റെ സൗകര്യത്തിന് കംഫർട്ടിനൊക്കെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ ചെറുതായി പരിഗണിച്ചേക്കാം. പക്ഷെ എന്നാൽ പോലും എപ്പോഴും നമ്മുടെ ഒരു സിനിമ വരുമ്പോൾ ഈ ക്യാരക്ടർ ഏറ്റവും നന്നായിട്ട് ആര് ചെയ്താലാണ് നന്നാവുക. എല്ലാ കഥാപാത്രങ്ങളും ഇല്ല. ഇപ്പം തങ്കത്തിൽ തന്നെ ഇപ്പം ഫഹദ് ഉണ്ടായിരുന്നിട്ട് അവൈലബിൾ ആയിരുന്നിട്ടും
നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഈ ക്യാരക്ടർ ചിലപ്പം വിനീത് ചെയ്യട്ടെ, വിനീത് ചെയ്താലായിരിക്കും എന്ന് ചിന്തിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത്. നിങ്ങൾ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ക്ലോസ്ഡ് അവസ്ഥയൊന്നുമില്ല. ശരിക്കും എപ്പോഴും നമ്മൾ എല്ലാവരുമായിട്ട് വർക്ക് ചെയ്യണമെന്ന ആഗ്രഹത്തോടെ തന്നെയാണ് ഓരോ പ്രോജക്റ്റും ആലോചിക്കുന്നതും ഒക്കെ. ചില പ്രോജക്റ്റുകൾ ഇങ്ങനെ അടുപ്പിച്ചങ്ങനെ സംഭവിച്ചു എന്നേ ഉള്ളൂ. അല്ലാണ്ട് വരാൻ പോകുന്ന വർഷങ്ങളിൽ എല്ലാവരുമായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും പൊളിക്കും. തങ്കത്തിൽ ഞങ്ങൾക്കൊരു ഗസ്റ്റ് റോൾ പ്രതീക്ഷിക്കാമോ? അടുത്ത ആഴ്ച റിലീസാ. എന്നാലും കളർജി 60s വരാൻ പോകുന്നുള്ളൂ. അതിന്റെ അപ്ഡേറ്റ് എന്താ? അപ്പൊ അതിനകത്തൊരു ക്യാമറ ഉണ്ടാവുമോ? എൽസിയിലുള്ള സിനിമയാണുള്ളത്. അതിന്റെ ക്യാരക്ടർ കളർജിയോടെ ഉണ്ടാവുമോ? അല്ല, തങ്ങൾ ഈ യൂണിവേഴ്സിൽ വരുന്നതുകൊണ്ട് ചിലപ്പം അയ്യോ തങ്കം 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 ഇല്ല, അത് ടു ഏർലി ടു അതിനെപ്പറ്റി എന്ത് ഷെയർ ചെയ്യാനത് ഒരുപാട് നേരത്തെയാണ്. പിന്നെ അവർ തന്നെ അത് അനൗൺസ് ചെയ്തു.